ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് ആധികാരിക വിജയം. ലീഡർഷിപ്പ്, ക്യാപ്റ്റൻസി എന്നാൽ എന്തെന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നലെ സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന്. ടോസ് നഷ്ടപ്പെട്ട് എതിരാളികളുടെ സ്വന്തം തട്ടകത്തിൽ ബാറ്റിങ്ങിന് അയക്കപ്പെട്ട രാജസ്ഥാൻ റോയൽസ്, ജയ്സ്വാൾ, സഞ്ജു സാംസൺ കൂട്ടുകെട്ട് നല്ലൊരു തുടക്കം രാജസ്ഥാൻ റോയൽസിന് നൽകുന്നു. അവസാന ഓവറുകളിൽ പരാഗിൻ്റെയും ഹിറ്റ്മയറുടെയും ബലിൻ്റെയും വെട്ടിക്കെട്ട് ബാറ്റിംഗ്. സ്കോർ 200 കടത്തുന്നു. ടോസ് നേടി രാജസ്ഥാൻ റോയൽസിന് ബാറ്റിങ്ങിന് അയച്ച് 170-180 എന്ന സ്കോറിൽ ഒതുക്കാമെന്ന പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയേകുന്ന പ്രകടനമാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റേഴ്സ് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ സഞ്ജുവിന്റെ തിരിച്ചുവരവോടെ അടിമുടി മാറിയ ഒരു ടീമായി കാണാൻ സാധിച്ചു എന്നതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷെ പെർഫോമൻസിൽ വളരെ ഏറെ മുന്നോട്ട് പോയി രാജസ്ഥാൻ റോയൽസ് ഇന്നലത്തെ ദിവസം, പറയാതിരിക്കാൻ വയ്യ. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും കൂടുതൽ വിജയം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന ഖ്യാതി ഇന്നലെ സഞ്ജു സാംസൺ നേടുകയുണ്ടായി. പഞ്ചാബിനെതിരെയുള്ള വിജയത്തോടെ അത് 32 ഉയർത്താൻ സഞ്ജു സാംസന് കഴിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ അത് 2014-2015 സീസണിൽ ഗൗതം ഗംഭീർ നേടിയ 10 വിജയങ്ങളാണ്. ഇന്നും തകർക്കപ്പെടാതെ തുടരുന്നു. തൊട്ടു പിന്നിൽ ഷെയ്ൻ വോണും അയ്യറുമായിരുന്നു. പക്ഷേ ആ അയ്യരുടെ 8 വിജയങ്ങളാണ് അയ്യർ തുടർച്ചയായിട്ട് ക്യാപ്റ്റനായി നേടിയിട്ടുള്ളത്. ആ തുടർ വിജയങ്ങൾക്ക് കടിഞ്ഞാണിടാനും ഇന്നലത്തെ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങളൊന്നും 11-ൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ടീം മൊത്തത്തിൽ മാറിയിരിക്കുന്നു. സഞ്ജു സാംസന്റെ വരവിനായി കാത്തിരുന്നതുപോലെ എല്ലാവരും, നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ സീസൺ തുടങ്ങി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ബൗളറാണ് ആർച്ചർ. ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുകയും ടീമിന് അനിവാര്യമായ ഘട്ടത്തിൽ ഒരു പ്രയോജനവുമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ബൗളർ. ആ ബൗളറെയാണ് ആദ്യ ഓവർ പന്തേൽപ്പിക്കുന്നത്. ആദ്യ ഓവറിൻ്റെ ആദ്യ ബോളിൽ തന്നെ സുന്ദരമായ ഒരു ബൗൾഡ് വിക്കറ്റ് ടീമിന് നേടിക്കൊടുത്തുകൊണ്ട് ആർച്ചർ പ്രിയാൻഷ് ആര്യയെ ആദ്യ ബോളിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് ടീമിന് വേണ്ട ഒരു മുൻതൂക്കം നൽകുന്നു ആർച്ചർ. അതുകൊണ്ടും അവസാനിച്ചില്ല. പിന്നീട് ക്രീസിലെത്തിയ പഞ്ചാബ് ക്യാപ്റ്റൻ അയ്യർ ബൗണ്ടറിയോടെയാണ് തുടങ്ങിയത്. പക്ഷെ അവസാന ബോളിൽ അയ്യരെയും ക്ലീൻ ബൗൾഡാക്കുന്നു ആർച്ചർ. എന്തൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്! ആർച്ചറെ എന്തിന് ടീമിൽ എടുക്കുന്നു, മാറ്റിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്ഥിരം രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ വരെ വിമർശനങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആർച്ചർ. ആ ആർച്ചറാണ് അടിമുടി മാറ്റം. പക്ഷേ അപ്പോഴും പറയാതിരിക്കാൻ വയ്യ, അയ്യർ ആദ്യ ഓവറിൽ ആ ഔട്ടായ രീതി അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ആ ബൗൾഡായ രീതി ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്, അതും ആദ്യ ഓവറിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ശരിയായിരുന്നോ? അത് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആർച്ചർ നല്ലൊരു ബൗളിംഗ് തുടങ്ങി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് അയ്യരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരിക്കലും ഒരു ക്യാപ്റ്റന് യോജിച്ച രീതിയായിരുന്നില്ല ആ പുറത്താകൽ. ആർച്ചറുടെ കൂടെ ബൗളിംഗ് സ്പെൽ ഓപ്പൺ ചെയ്തത് യുദ്വീർ സിംഗ് ആണ്, യുവതാരം. പക്ഷെ അദ്ദേഹത്തിന് വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടുന്ന് സന്ദീപ് ശർമ്മ ബൗളിങ്ങിലേക്ക് എത്തിയപ്പോൾ വീണ്ടും പഞ്ചാബിന് വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് പഞ്ചാബിന് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം 4 വിക്കറ്റുകൾ തുടരെ നേടുകയുണ്ടായി രാജസ്ഥാൻ റോയൽസ്. അതിനിടയ്ക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ഫീൽഡേഴ്സ് ചില അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സ്കോറിലേക്ക് പോലും പഞ്ചാബ് എത്തുമായിരുന്നില്ല. വധേര 62 റൺസ് എടുത്താണ് പുറത്തായത്. പക്ഷെ അദ്ദേഹത്തിന് 4 റൺസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലൈഫ് കൊടുക്കുന്നു. അത് മുതലാക്കിക്കൊണ്ട് അദ്ദേഹം മാക്സ്വെലിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ കളിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു എന്നല്ല, ഏറെക്കുറെ തിരിച്ചു വന്നതാണ്. പക്ഷേ മാക്സ്വെലിനെയും വധേരയും തുടരെ രാജസ്ഥാൻ റോയൽസ് പുറത്താക്കിക്കൊണ്ടാണ് പിന്നീട് കളിയിലേക്ക് തിരിച്ചു വന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒരു ഏകപക്ഷീയ മത്സരം തന്നെയായിരുന്നു. ഒരവസരവും പിന്നീട് പഞ്ചാബിന് നൽകിയിട്ടില്ല. അങ്ങനെ
വിജയങ്ങളോടെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന പഞ്ചാബിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ പോയി മലർത്തിയടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ ലീഡർഷിപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് പരാഗ് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പരാഗ് പറഞ്ഞത് അയാൾ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നൊരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് അത് കളിക്കാരെല്ലാം ആവോളം ആസ്വദിക്കുന്നുണ്ട്, ടീമിനത് ഗുണകരമാകുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞത്. പ്ലെയർ ഓഫ് ദ മാച്ചായ ആർച്ചർ പറഞ്ഞത് തനിക്കെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു, പക്ഷേ എന്നും എല്ലാവർക്കും നല്ല ദിവസമായിരിക്കില്ല. എൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. പക്ഷേ വീണുപോകുന്ന സമയത്ത് ആത്മധൈര്യം നൽകാൻ സാധിക്കുന്ന സഞ്ജുവിനോളം പോലത്തെ ഒരു ലീഡർഷിപ്പ് ഞാൻ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ്, അദ്ദേഹം തന്ന ആത്മവിശ്വാസം അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു പ്രകടനം എനിക്ക് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ സാധിച്ചത്. 4 ഓവറിൽ വെറും 25 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ, അതിലെ 2 വിക്കറ്റുകളും 205 റൺസിനെ മറികടക്കാനിറങ്ങിയ പഞ്ചാബിൻ്റെ മുൻനിര 2 ബാറ്റർമാരെ ആദ്യ ഓവറിൽ തന്നെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട്. അവിടെയാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലൂടെ ടീമിന് വന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. വിമർശകർ വിമർശിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അദ്ദേഹം ഉയർന്നുകൊണ്ടേയിരിക്കും. സഞ്ജുവിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. IPL വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.